അയ്യേ അയ്യേ തൂറാത്തവന്മാര് വളഞ്ഞിരുന്ന് തൂറി എന്ത് സംഭവിക്കും? തീട്ടം കൊണ്ടാറാട്ട്. അതാണ് ഈ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കുറെ പേര് മെസ്സേജ്, അതില് നീ ഇവിടെ, നീ അപരാധങ്ങളൊന്നും കാണുന്നില്ലേ എന്ന്. ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഞാൻ കാണാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് ആവശ്യങ്ങളും കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കുറച്ചധികം ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാണ്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് എടുത്തത്. ഒരു ദിവസം ഗ്യാപ്പ് എടുത്തു. ഓക്കെ ഡാനി സത്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവൻ്റെ കൂടെ ആയിരുന്നല്ലോ. നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കറക്കവും കാര്യങ്ങളും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതവിടെ കിട്ടെ. അപ്പം ദൂറാത്തവന്മാരുടെ ഘോഷയാത്ര നമുക്ക് കാണണ്ടേ. അവന്മാരിപ്പോൾ ദൂറി മെഴുകിയും കാണുകയാണ്. എടാ നാണം ഉണ്ടാടാ നാറികളെ, നറിച്ചികളെ. നിനക്കൊക്കെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ ആൽബം എന്ന് പറയുന്ന പേരിൽ നടത്തുന്ന കൂത്തുകൾ, ഇതിനേക്കാളും നല്ലത് മെമ്പർഷിപ്പ് പോളികൾ. സത്യമുള്ള കാര്യം പറയാം. നിന്നെയൊക്കെ പുകഴ്ത്തി പറയുകയാണെന്ന് വിചാരിക്കില്ല. അപരാധമാണ്. ഇത്തരം വീഡിയോകൾ നീയൊക്കെ ചെയ്തിടേണ്ട പ്ലാറ്റ്ഫോം പോൺ സൈറ്റുകളാണ്. അവിടെയാണ് കൊണ്ടിടേണ്ടത്. അവിടെ കൊണ്ട് ഈ അപരാധങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണും. നിനക്കൊക്കെ നല്ല പൈസയും കിട്ടും. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇമാതിരി പച്ച അപരാധം പിടിച്ച വീഡിയോകൾ കൊണ്ടിട്ട് നശിപ്പിക്കരുത്. എന്നെ ശുനിയേട്ട, നിനക്ക് ഉളുപ്പുണ്ട് തങ്കം ചേട്ട, ഇതൊക്കെ കാണണം. സ്വന്തം മോൾ അഴിഞ്ഞാടി നടക്കുന്നു. സ്വന്തം മോള് കാണിക്കുന്ന അപരാധിത്തനങ്ങൾ തങ്കം ചേട്ടൻ കാണുന്നുണ്ടോ? രേഷ്മ പി തങ്കച്ചൻ കിടന്ന് അഴിഞ്ഞാടുകയാണ്. അതാണ് ആറാടുകയാണ് തീട്ടം കൊണ്ട്. എന്തോന്നിട ഇതാണ് മക്കളെ വളർത്താൻ വേണ്ടിയിട്ടും അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ടും അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്ന മകൾ. നാളെ ഇവളുടെ മക്കള് വേറെ ഒന്നുമില്ല. ആ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് വരും. അല്ലെങ്കിൽ കോളേജിലോട്ട് പോകുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിനെല്ലാം ഈ അപരാധം, അതുപോലെ ഈ ദാസേട്ടനും മറ്റേ പ്രജീഷിനും ഒന്നും ആരും ഇല്ലേടി, ഭാര്യയൊന്നും ഇല്ലേ, എല്ലാം പണങ്ങിപ്പോയ. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ. നിങ്ങൾ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ കേട്ടാ. എനിക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ വലിച്ച് പൊളന്ന് വയ്ക്കാറുണ്ട്. പച്ച തെറിയായിരിക്കും ചിലപ്പോൾ ഞാൻ വിളിക്കുന്നത്. അതുകൊണ്ട് ഹെഡ്സെറ്റ് വല്ലതൊക്കെ എടുക്കാണ്ടെങ്കിൽ എടുത്ത് വെച്ച് കേൾക്ക്. ഒറ്റയ്ക്കിരുന്നൊന്നും കൂട്ടത്തോടെ ഇരുന്നൊന്നും കാണും. ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കാണും. അയ്യേ മൊണ്ണകളിൽ മൊണ്ണ, ഷൊട്ടകളിൽ ഷൊട്ട, ഷുണ്ണങ്ങളിൽ ഷുണ്ണ ആണ് ഈ പ്രജീഷ്. എടാ ഇതെന്തോന്നടാ, ഇത് കമ്പി വീഡിയോ നീക്ക് എടുക്കണ? കമ്പി വീഡിയോ തുണ്ടാടെ എടുക്കുന്നത്? നീ ആൽബം എന്ന് പറഞ്ഞ് എടുക്കുന്ന തുണ്ടാണ് നീയൊക്കെ. ഇതെന്തോന്ന് അപരാധോടാ ഇത്? നിനക്കൊക്കെ ബോധമുണ്ട്? ഇത് ആരാ ഇതൊക്കെ എടുത്ത് വെക്കണത്? ആരാ പണ്ണി വെക്കണത്? രേണു നിനക്ക് തൊലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം നിനക്ക് ഇല്ലേ? കുറച്ച് വേണം കേട്ടോ തൊലിക്കട്ടി. നിനക്ക് കുറച്ച് അധികമായിപ്പോയി. എന്ത് പറയാത് കോപ്പിലെ സാധനങ്ങള്. ആട്ട് വേറൊരു മൈ ബൊണ്ണ വന്നിട്ടുള്ളൂ പുതിയ വൈ. ആണുങ്ങളെ വില കളയാനായിട്ട് വേറൊരുത്തായി. ഇവർക്ക് ഓരോ ഷൊണ്ണകളും ഒക്കെ വരണുണ്ട്. സത്യം പറയല്ലേ, എല്ലാത്തിനും വല്ല പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. അതാണ് ചെയ്യേണ്ടത്. ആട്ടാട്ട് എല്ലാവരും കൂടെ വളഞ്ഞിട്ടാട്ട്. നിനക്കൊക്കെ കഥ പറഞ്ഞിട്ടുള്ളൂ. അതാട്ട്. എടാ നാണം ഉണ്ടാടാ നാറികളെ. നിനക്കൊക്കെ എന്താ തൊലി കിട്ടി? അഴിഞ്ഞാടണം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ നശിപ്പിക്കാനായിട്ട് കുറെ കാപ്പറക്കി മോളുകളും മോന്മാരും കൂടി കിടന്ന് ഈ പ്ലാറ്റ്ഫോമിനെ വലിച്ചു കയറി താറടിച്ച് കാണിച്ച് അഴിഞ്ഞാടി നടക്കുന്നു. അതല്ലാണ്ട് എന്താണ് ഈ കാണിക്കുന്നത്? അഴിഞ്ഞാട്ടം. വെറും ഞാൻ പച്ച അപരാധമാണ് എൻ്റെ വായിൽ വരുന്നത്. അമ്മാതിരി അപരാധികളാണ് ഈ കാണിക്കുന്നത്. അപരാധിത്തനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നത്. എന്നിട്ട് പേര് ആൽബവും മറ്റേ കോപ്പും ഈ തുണ്ട് പടങ്ങളും എടുത്ത് വെച്ചിട്ട് അതാ വേറെ. അവൻ മറ്റേ മുണ്ടും പൊക്കി നാടയാണ്. അവന്റെ ശുക്കുട് മണി കടന്ന് അടിക്കുകയാണ് അവിടെ. ജെട്ടിങ് വാങ്ങിച്ചിട്രാ നാറി. എന്തോന്ന് അപരാധോടാ ഇത്? അടുത്തവൻ ഒരുത്ത കുണ്ടിക്ക് പിടിക്കണം, ഒരുത്ത മറ്റെടുത്ത് പിടിക്കണം, മറിച്ചെടുത്ത് പിടിക്കണം. എല്ലാം സുധിയേട്ടന് വേണ്ടിയിട്ട്. എന്തോ പറയാ, എല്ലാം സുധിയേട്ടന് വേണ്ടിയിട്ട്. ഇതുപോലത്തെ അപരാധി മക്കളെ ഈ നാട്ടിൽ നിന്ന് തന്നെ നാട് കടത്തണതാ. അടുത്ത മൊണ്ണ തൂക്കിയെടുത്തിരിക്കുകയാണ്. മൊണ്ണത്തിയെ അതാവണം. എന്നാ വിളി
ഈ കൊണച്ച ഉമിയ വീഡിയോക്ക് നല്ല പാട്ടുകൾ എടുത്തിട്ട് തൊലയ്ക്കരുത്. നീയൊക്കെ സ്വന്തമായിട്ട് പാടി അഭിനയിക്കും. സത്യം എന്തൊന്നും മായി പറയാത്. ആട്ടി അയ്യോ പിന്നെ ആട്ടി ആട്ടിക്കൊണ്ടിരി. അയ്യോ അയ്യോ അവരാതാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് വിടുന്നത്. എന്നിട്ട് രേണു ചേച്ചി എടാ പോടാ കാവറക്കി കാട്ട അവരാതി മോനെ. അയ്യോ 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 ഒരുകി തരുകി തരാ അനുരാഗവിലോചിതനായി അതിലേറെ മോഹിതനായി കാലിടെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഓ 14-ാം രാവിൽ തിടുക്കം. എടാ പോടാ നീ അടുത്ത മോൻ. ഇവ എന്നടാ പണി വച്ചിരിക്കെന്ന് നിങ്ങൾ എന്നെ പറ. കമ്പി കൊടുക്ക് കുമാരേട്ട അങ്ങോട്ട് കൊടുക്ക്. ഒരു മുത്തം കൊടുത്ത് നിർത്താൻ പറഞ്ഞപ്പോ അവൻ കടിച്ച് പൊറച്ചെടുക്കണമെന്ന് തോന്നുന്നു. കാട്ടപരാധികള് കമ്പി പടങ്ങളും ഷൂട്ട് ചെയ്ത് നടക്കുക തന്നെ. അവൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അങ്ങോട്ട് കൊടുക്ക് ദാസേട്ടാ. അയ്യോ സിനിമയിൽ പോലും നിന്റെയൊക്കെ ഈ അപരാധങ്ങൾ ആരെങ്കിലും ഇരുന്ന് കണ്ടിട്ട് സിനിമയിൽ എടുക്കൂടെ? ഇവിടെ നിന്റെയൊക്കെ ഉദ്ദേശം തോന്നാ ഇവിടെ കമ്പിപ്പടം ഷൂട്ട് ചെയ്യണമെങ്കിൽ എസ്മയൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ അതുപോലെ ഇറങ്ങ്. അല്ലാണ്ട് മാന്യമായുള്ള ആൾക്കാർ കാണുന്ന ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിന്റെയൊക്കെ തുണ്ട് സാധനങ്ങളും അപരാധങ്ങളും കൊണ്ടിട്ട് നിറയ്ക്കാതിരിക്കും. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കുറെ അപരാധങ്ങളാണ് ഇപ്പോൾ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളടക്കം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ എന്ത് ക്വാളിറ്റിയുള്ള മെസ്സേജാണ് നീയൊക്കെ കൊടുക്കുന്നത്? എന്തെങ്കിലും ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാ? കോപ്പ് പുല്ലുകൾ ഇതിനൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ട് വരണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാ അടുത്തത് കിടക്കണം അമ്മച്ചിയുടെ മാവങ്കലോ. നീ നിക്കറ ഞാൻ മെയിനായിട്ട് ഞാൻ ഇവിടെ സത്യം പറഞ്ഞ ചുമ്മാ പറയാലോ സീരിയസ്ലി. ഞാൻ ഇടയ്ക്ക് 2 ദിവസം മുന്നേയൊക്കെ ഇവളുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെറും കോമഡി പീസായിട്ട് ഇതിനെ ഇരുന്ന് കണ്ടാൽ മതി, അതിന്റെ അപ്പുറം ഒന്നുമില്ല, വെറും കോമഡി ആയിട്ട് കണ്ടാൽ മതി എന്ന്. പക്ഷെ അങ്ങനല്ല. ഇവള് ഇങ്ങനെ ഇത് ആൾക്കാര് കോമഡി ആയിട്ട് കണ്ടും അല്ലെങ്കിൽ വെറും പുച്ഛിച്ച് തള്ളിയും ഇപ്പൊ നിരന്തരം കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അപരാധമാണ്. പച്ച അപരാധം. വായെടുത്ത നമുക്ക് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയില്ലാതെ ആടുന്നു എന്നുള്ള ടീമിലുള്ള അത്രയും അപരാധ വീഡിയോകളാണ് എടുത്തു നിറയ്ക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ബേൺ ചെയ്യണം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരം അപരാധ വീഡിയോകൾ ഇടുന്ന ഇത്തരം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അക്കൗണ്ട് അടിച്ചു കളയണം കേരള സൈബർ പോലീസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലത്തെ അപരാധ വീഡിയോകൾ പറക്കിയിട്ട് ആ പ്ലാറ്റ്ഫോമിന്റെ ഒരു മഹിമത്വം നശിപ്പിക്കരുത്. നിനക്കൊക്കെ തുണ്ട് സൈറ്റുകൾ തുടങ്ങാം, അവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യാം. അവിടെ കാണാൻ കുറെ കാട്ടപരാധികൾ നിന്നെയൊക്കെ പോലുള്ളത് വരും. അത് വെയിറ്റ് ചെയ്ത് പോയി. അയ്യോ എന്റെ എല്ലാ ഷൂട്ടിനും നീ നിക്കറിടാൻ വേണ്ടി ഇരുന്ന നീ ചെന്നൈ തക്കുണ്ട് വാവേ ചുങ്കുണ്ട് വാവേ എല്ലാത്തിലും ഷോട്ടില് നിക്കറിടാൻ വരുന്ന. പിന്നെ മറ്റേ ഷോട്ടുകളിൽ ഓരോ നിക്കർ ഊരുന്നുണ്ടല്ലോ. എന്നെ കണ്ട് പാതുറപ്പിക്കില്ല പരാതികളെ. അടിയിൽ കൂടി തുണി വിറ്റ അവന നല്ല നല്ല. ഇതെല്ലാം തുണ്ട് ടീമടാ, തുണ്ട് ടീം. അപരാധിച്ച് നടക്കുന്ന കുറെ ടീമുകൾ എവിടെ നിന്നൊക്കെ കുറെ സാമാനങ്ങൾ വന്നിട്ട് അപരാധിച്ച് നടക്കുന്നു. എന്തോന്നിട ഇത്? കോട്ട് വാങ്ങുന്നു അമ്മാതിരി അപരാധത്തിലെ കണ്ടോണ്ടിരിക്കുന്നത്. അയ്യോ വീണ്ടും വന്നേ നോക്കട്ടെ. അത് അടുത്ത അപരാധി മോൻ ഓൺ സ്റ്റേജ് മുടിയും വളർത്തി ജെട്ടിയിടാത്ത മോൻ വന്നിട്ടുണ്ട്. അടുത്ത അപരാധി മോൻ. അത് അടുത്ത 3 എണ്ണവും കൂടി ഒരുത്തിയിട്ട് പിഴിഞ്ഞെടുക്കണം. അയ്യോ അയ്യോ പുതിയ അപരാധി മോനാണ്. ആരോ എന്താ അവനോ എന്താ. അടുത്ത ഇവന്റെ വീണ്ടും വീഡിയോ നോക്കാം. സൗണ്ടില്ലേ ചത്തായവൻ കള്ളും ഇതാ പിടി അവന്റെ നോട്ടം നോക്ക്. അടി സക്ക് അഭിനയിക്കുന്ന ബാഹുബലി 3 എന്നാണ് വിചാരം. തുണ്ട് പടത്തിൽ അഭിനയിച്ചിട്ട്. എടാ പോടാ പോയി വല്ല 18+ പോയി കയറാ. 18+ അല്ലേ, ഇത് 21+. പരാതി മക്കള്. ദാസേട്ടന്റെ കമ്പി. ആക്ഷൻ.
ആ ചേർത്ത് പിടി, എന്നാ പിടി. ആ കുറച്ചുകൂടി പിടി. ഓയ്യാ 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 ആ ഓയ്യാ ഓയ്യാ അങ്ങോട്ട് പിടിക്ക് ദാസേട്ടാ. ഓയ്യാ കുറച്ചുകൂടെ പിടി, അങ്ങോട്ടിട്ട് പിടി. വരാതി മക്കള്, പിടി പിടി പിടി. അതാ അടുത്തതുണ്ട്. ബാ, ഏതാ വരാതി? ഓ മറ്റേ അവരാതി. ഇതാ അവളെ പിടിച്ച് മാറ്റി. ഇതാ അയ്യോ അവരാതിക്ക് തന്നെ. അതാ കടിച്ചു പറിക്കണവൻ, ഉമ്മ വയ്ക്കണവൻ. എന്തോന്നല്ലേ ഇതൊക്കെ? ആ അങ്ങനെ തന്നെ നട്ടക്കെട്ട്. നിന്റെയൊക്കെ അപരാധങ്ങൾ നാട്ടുകാർ കാണട്ടെ. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കേട്ടപരാധികളുണ്ടല്ലോ. കേട്ടപരാധികൾ എന്ന് പറയുമ്പോൾ കെട്ടപരാധികൾ. ആ കുറെ അപരാധികളുണ്ട്. എല്ലാവളുമാരും കാണണം കേട്ടോ. എല്ലാവന്മാരും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണണം. എനിക്കതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇത്തരം അപരാധിത്തനങ്ങൾ കണ്ട് നടക്കുന്ന കുറെ അപരാധി മക്കൾ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരും കൂടി കാണണം കേട്ടോ. ആ അടുത്തത് കേൾക്കാം. ഒരു റൂമിൽ ആണും പെണ്ണെന്ന് പറഞ്ഞ ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കില്ലേ? ഒരു റൂമിൽ ആണും പെണ്ണും കിടന്നാൽ തെറ്റിദ്ധരിക്കുവോ? അതെന്താടാ അങ്ങനെ? അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? ആ ചോദ്യം ചോദിക്കണമെങ്കിൽ ഇതാരാ നിന്നെ കൊണ്ട് ചോദിപ്പിച്ചത്? എടാ പോടാ. എന്നിട്ട് തീർച്ചയായിട്ടും നീയൊക്കെ അപരാധിച്ച് നടക്കുന്നതിനാണ് നാട്ടുകാർ പറയുന്നത്. മനസ്സിലായേ? അല്ലാണ്ട് നിന്നെയൊക്കെ വെച്ചിട്ട് മറ്റേ കൊമ്പത്തെ ഉണ്ടാക്കാനല്ല. അവരം അങ്ങനൊന്നും അല്ല. ഒരു റൂമിൽ ആണ് പെണ്ണായി കഴിഞ്ഞാൽ മറ്റേ പരിപാടി മാത്രമല്ല അല്ലേ? ഒരിക്കലും ഇല്ല. അതൊക്കെ അങ്ങനത്തെ ചോദ്യം ചോദിച്ചവന് ആ ചിന്താഗതിയായിരിക്കും. അങ്ങനത്തെ ചോദ്യം എടുത്ത് വെച്ച് സംസാരിച്ച നിനക്കും ആ ചിന്താഗതിയായിരിക്കും. മനസ്സിലായോ? നമുക്ക് എന്തായാലും ആ ചിന്താഗതി ഒന്നും. നമ്മളാണും പെണ്ണുമായിട്ട് റൂം എടുത്തൊന്നും നമുക്ക് അങ്ങനത്തെ ചിന്തയൊന്നും വരൂല. അയ്യോ നന്മേഷ് കളിക്കുക. നോക്കാം. നമ്മുടെ മൈൻഡും നമ്മുടെ തോന്നലും ഇവനെ നമ്മൾ അനിയനായിട്ട് അല്ലെങ്കിൽ ഇവനെ നമ്മൾ അങ്ങനെ കണ്ട അനിയനായിട്ട് കണ്ട വേറെ രീതി കണ്ട അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. ഇത് മനുഷ്യരാണ്. എല്ലാവർക്കും ഫീലിങ്സും കാര്യങ്ങളും ഉള്ളവരാണ്. ഞാൻ ഇവനെ കാണുന്നത് അനിയനായിട്ടൊന്നും. ഇത് മനുഷ്യരാണ്, എല്ലാവർക്കും ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അതൊക്കെ അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? ഞാൻ ഇവനെ നോക്കുന്ന അനിയനാണെന്ന്. നിന്റെ അനിയൻ പറച്ചില് തെളിവടിക്കണ ഞാൻ. എന്നെ കണ്ട് വാതുറപ്പിക്കല്ലേ വരാതിത്തനങ്ങള്. ബ്രദറായിട്ട് കണ്ട അങ്ങനെ കാണത്തുള്ളൂ ഞാൻ. അതിപ്പോ ഒരു റൂമിൽ കിടന്നാലും ഇരുന്നാലും അത് മാറത്തില്ല എന്നെ സംബന്ധിച്ച്. പുറത്ത് ബ്രദർ എന്ന മുഖംമൂടി ഇട്ടുകൊണ്ട് അകത്ത് എന്നെ സംബന്ധിച്ച് അങ്ങനെ. എനിക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ കയറി അറിയത്തില്ല. നിനക്കും അങ്ങനെ തന്നെ. നിങ്ങൾക്കൊക്കെ പറഞ്ഞല്ലേ? എനിക്കും വരുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നല്ല തിരക്കായിരുന്നു. ഈ കോപ്പിലെ വീഡിയോകൾ കണ്ട് സമയം കളയാൻ എനിക്ക് വയ്യ. ഒരുപാട് പേര് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലേക്ക് എത്ര പേര് അയച്ചെന്ന് ഞാൻ കയറി നോക്കുമ്പോൾ എല്ലാം ഇവളുടെ ഈ കാട്ടവരാതല്ലേ, നീ കണ്ടില്ല, നീ നിന്റെ വീഡിയോക്കാണ് വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യണ കാണുമ്പോ ഞാൻ ആരായിട്ടോ. അതവിടെ ഇരിക്കട്ടെ. ബാക്കി കാണാം. അതെന്ത് തൂർണ? ഇപ്പൊ തെങ്ങിന്റെ പകുതിക്കായിരുന്നു അവൻ തൂർണത്. എടാ നിന്റെ സാമാനം തെങ്ങിൻ തടി പറഞ്ഞു പോകാൻ നോക്കുക. അവൻ അപ്പീടെ ഇരിക്കുന്ന പോലെ തെങ്ങിൽ കയറിയിരിക്കുന്നു. നാറി. പേര് ദാസേട്ടൻ കോഴിക്കോട്ട്. നീ കോഴിക്കോടാണോടാ? ദാസേട്ടൻ കോഴിക്കോട്. അതാണ് നിനക്ക് ചേർന്ന പേര്. അപരാധി. അവൻ വന്നിരിക്കണം അടുത്ത അടുത്ത നാടകം. അവളെ കല്യാണം കോലാണ്ടി ഗണ്ടാണ്ടി എന്നതുകൊണ്ട് വേറൊരു മൊണ്ണയും വന്നിട്ടുണ്ട്. സാധാരണ ഈ മുടി വളർത്തിയ നാറി. അവനാണ് പുതിയ മൊണ്ണ. അങ്ങനെ കുറെ മൊണ്ണകളും അപരാധങ്ങളും ചേർന്നതാണ് ഇവരുടെ കൂട്ടായ്മ. നിങ്ങൾ ഇതിനൊരു പേരിന് കേട്ടോ, അപരാധി മക്കൾ. ഇങ്ങനെ പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയാൽ മതി, സെറ്റായിരിക്കും. കൂറാൻ മുട്ടിയ ദാസേട്ടൻ. ഓക്കെ, രേണുവിന്റെ എക്സ്പ്രഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷനിലോട്ട് വരാം. അതിനു മുന്നേ ജീവന് തുല്യം സ്നേഹിച്ച ആളിനെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ കെട്ടിപ്പോ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പോ 7 ദിവസമായി തൂറിയിട്ട് ആ എക്സ്പ്രഷനാണ് രേണു ഇട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. എക്സ്പ്രഷൻ മാറിപ്പോയതായിരിക്കാം. ഡയറക്ടർ പറഞ്ഞ എക്സ്പ്രഷൻ അങ്ങോട്ട് കാതിൽ കേട്ട് കാണില്ല. അതുകൊണ്ടായിരിക്കും തൂറിയിട്ട് 7 ദിവസമായ എക്സ്പ്രഷൻ ഇട്ട് രേണു രംഗത്തിരിക്കുന്ന സുഹൃത്തുക്കളെ. സ്ലോയിൽ നടക്കണം, അല്ലെങ്കിൽ തൂറാമുട്ടി ഇരിക്കുന്നതെല്ലാം കൂടി ഇങ്ങ് താഴെ പോകും. അതിലെ കുറച്ച് ലാംഗ്വേജ് കൺട്രോൾ ചെയ്യണമെന്ന് പറയരുത്. ഈ അപരാധി മക്കള് കാണിക്കുന്നതിന് ഇത്രയും അപരാധമെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്തിനാ കേട്ടാ. ഇവന്റെ കണ്ടി
എവിടെയോ പോയി. ദാ പോണം. എടാ മൊണ്ണേ, നിനക്കൂല്ലടാ ആരും ചോദിക്കാനും പറയാനും. എല്ലാരും വീട്ടിലൊക്കെ വന്ന് എന്ത് നിന്റെ കട്ടനടി കയറിയിരിക്കാന് അവിടെ വല്ല കൊടുക്കപ്പെടുന്നുണ്ടോ? ഇങ്ങനെ കുറെ അപരാധി മക്കള്. എന്ത് പറയാ, അപരാധം കുടുംബ സ്വത്തായി കൊണ്ട് നടക്കുന്ന അപരാധികൾ. ഓക്കെ, രേണു 10 പേര് വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര പേര് രേണുവെ പ്രപ്പോസ് ചെയ്യും നോക്കാം. ഫോണിൽ കൂടെ കണ്ടിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ഡീലിങ്സ് എല്ലാം നേരിട്ട്. ഓക്കെ, 10 പേര് പ്രപ്പോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും രേണുവിന്റെ അവസ്ഥ? അങ്ങനെ വെറും 10 പ്രപ്പോസുകൾ എടുത്ത് ഡോണായവളല്ല ഈ രേണു. ഞാൻ എടുത്ത 10 പ്രപ്പോസും ഫെയിൽ ആയതുകൊണ്ടായിരുന്നു. എന്ത് പൊന്നല്. അയ്യോ പറയുന്ന കേട്ടാ, 10 പേര് ഉണ്ട് കഴിഞ്ഞാൽ 10 പേരെ പെപ്പസ് ചെയ്യുന്നു. ഞാൻ ചുട്ടിടൂ. എന്റെ കോട്ടുവ കണ്ടിട്ട് നിങ്ങൾക്ക് കോട്ടുപാടാൻ തോന്നുന്നുണ്ട്. തികച്ചും യാദൃച്ഛികം മാത്രം. ഇതെന്താ അപരാധം? ആ നല്ലൊരു പാട്ടിനെ തുളച്ചിട്ട് അവളുടെ കൊണച്ച എക്സ്പ്രഷന് വേണ്ടി ഇരിക്കുകയാണ്. തൂറിയിട്ട് 70 എക്സ്പ്രഷൻ. എന്തു പറയാൻ പോകും. നല്ലൊരു പാട്ടായിരുന്നു തീർത്തായിരുന്നു. കണ്ട് എല്ലാരും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഒന്നുമില്ലല്ലോ കാണിക്കാൻ. പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. എനിക്ക് നല്ല ഉറക്കം പറഞ്ഞു. निर्भय सिक्की मुक्की नरपे निजमा अत्तर पड़बे निजना सोक्की नडबे माँ बाप पे. നീ സൊക്കി മളക്കി വളിയെ വിടും. അതെനിക്ക് തോന്നി. എന്തായാലും കൊള്ളാം നിന്റെ സൊക്കി നടപ്പും വളി വിടലും എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു സമാധാനമുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞാണ് ഇതെല്ലാം കണ്ടു. അവൾ അലൈനർ ഇവിടെ നിന്ന് എങ്ങോട്ടോ കാണുന്നുണ്ടെന്ന് നോക്കട്ടെ. ദാസേട്ടൻ്റെ പിടിയണ്ട. എന്താ കെയറിങ് ഏട്ടായി. ഷൂട്ടിങ് തുടങ്ങുമ്പോഴും പിടി, ഷൂട്ടിങ് നിർത്തി വെക്കുമ്പോഴും പിടി. ഇവനൊരു കില്ലാടി തന്നെ. ഉമ്മച്ചാൻ പോണോ സാധനങ്ങള് 2 മൂലത്ത് അതായിരിക്കും കുറച്ചുകൂടി അഴക്. അച്ചോടെ താടി കാണാൻ അവൾക്ക് കവിളിൽ ഉമ്മ കൊടുക്കാൻ പറ്റില്ലെന്ന്. അവൾക്ക് നെറ്റിയിൽ ഉമ്മ കൊടുക്കണമെന്ന്. ദാസേട്ടാ എന്താണ് എന്തരാണ് ദാസേട്ടാ ഉദ്ദേശങ്ങള്? കൊള്ളാം. അതെ, എക്സ്പെർട്ടാണ് രേണു ചേച്ചി തന്നോളൂ. മൊത്തം കിട്ടിയാ ദാസേട്ടാ. ബാക്കി പിന്നെ ഇപ്പൊ കിട്ടിയല്ലോ മൊത്തം. അത് മതി ദാസേട്ടാ. കിട്ട ദാസേട്ടാ. എന്താ ദാസേട്ടാ തൂറിയ ദാസേട്ടാ? എത്ര ദിവസമായി ദാസേട്ടാ? ഇപ്പൊ പഴയതുപോലെ പോകുന്ന ദാസേട്ടാ? അതാ ലൂസ് മോഷനാ ദാസേട്ടാ? എടാ നാറികളെ, പരനാറികളെ, പരമാവധി അപരാധി നാറികളെ, കാട്ടപരാധി നാറികളെ, കണ്ണിനഴക് നാറികളെ, തൂറിയ നാറികളെ, അപരാധി മക്കളെ, എന്ത് കോപ്രായം പേക്കൂത്തുമാടാ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ അപരാധികൾ കാണിക്കുന്നത്. ഇതിന്റെ പേരിൽ നീക്ക് എന്നാ ഹീരവത്തുണ്ടാക്കിയാലും നീക്കൊരു തേങ്ങയുമില്ല. കാരണം ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനം നമ്മളാക്കണം. ജനങ്ങൾ ചേരണം. വേറൊന്നുമില്ല. എന്ത് അപരാധവും ഇട്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാമെന്ന് ഇവരെ പോലുള്ള ഒരു വൃത്തികെട്ട ടീമുകൾ ചിന്തിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ചിന്താഗതിയുടെ ഫോൾട്ടാണ്. മനസ്സിലായോ?
ഈ പറയുന്ന വ്യക്തികൾ ആരും ഒരിക്കലും കാണത്തില്ല. ഞാൻ വിഷയത്തിൽ തന്നെ മാറിപ്പോകുന്നു, ഉറങ്ങിപ്പോകുന്നു. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറ, ജനങ്ങളെ പറ, ഇത്രയും കാട്ടപരാധം കാണിച്ച് അപരാധിച്ച് നടക്കുന്ന ഇവളെപ്പോലും ഇവന്മാരെപ്പോലും ഉള്ളവർക്ക് എതിരെ തക്കതായ ശിക്ഷ എടുക്കണം. അതൊരു പോയിന്റ്. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബ്ലഡി വേസ്റ്റ് ഇമാതിരി സാധനങ്ങൾ അട്ടിപ്പിക്കരുത്. ഒരൊറ്റ മനുഷ്യൻ പോലും ഓരോ നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അപരാധത്തിലോട്ട് പോവുകയാണ്. ഇതിനേക്കാളും നല്ലത് കുനിഞ്ഞിരിക്കുന്നതായിരുന്നു. എവിടെയെന്നറിയാവോ? പാലത്തിൻ്റെ അടിയിൽ. എറണാകുളം ട്രിവാൻഡ്രം ബ്രിഡ്ജുകളുണ്ട്, ഇതിൻ്റെ അടിയിൽ പോയി കുനിഞ്ഞിരിക്കുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ താഴെ കമൻറ്റ് പുതിയൊരു വീഡിയോ ഇടണം.